നമസ്കാരം, ഞാൻ സീക്രട്ട് ഏജന്റ്. അപ്പോ തുടങ്ങല്ലേ? ഹംഗ്രി മൃണാൽ. ഓക്കെ, ഹംഗ്രി മൃണാലിന്റെ റെസ്റ്റോറന്റ് എയറിലാണോ പാതാളത്തിലാണോ ഞങ്ങൾക്ക് സംഗതി തുടങ്ങിയ സമയത്ത് കേട്ടപ്പോ നല്ലൊരു കോൺസെപ്റ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം പോർഷൻ ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് വേസ്റ്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ മൃണാല് വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ സൈഡിൽ കാണുന്ന സ്ക്രീൻഷോട്ടൊക്കെ മൃണാലിന്റെ ഫുഡ് കോമ്പോസ് ആണ്. 20 രൂപയ്ക്ക് ഇത്ര ചോറ് കിട്ടും. സൈഡിലെ കറികൾക്കൊക്കെ സാമ്പാർ 20, പുളിശ്ശേരി 20, അവിയൽ 20, കൂട്ടുകറി 25, പപ്പടം 7. എന്തിനാ അവിടെ ഒരു ജ്യൂസ് കുടിച്ചാൽ സ്ട്രോക്ക് വരെ 1 രൂപ വാങ്ങും. ഓക്കെ, അതൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഐ തോട്ട് ലൈക്ക് ഓക്കെ, കൊള്ളാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ഫൈൻ. പക്ഷേ ഇത് മൃണാല് പുഷ് ചെയ്തൊരു രീതിയുണ്ട്. പുഷ് ചെയ്ത രീതി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ഇത് തൊട്ടോടത്തും പിടിച്ചോടത്തും വന്നോടത്തും ഇരുന്നോടത്തും ഒക്കെ സാധാരണ ഭക്ഷണം വിളമ്പണേക്കാളും കൂടുതൽ അയാൾ സാധാരണക്കാർ തന്നെ വിളമ്പണം. അതെ, ആ വാക്കാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ കാർ പാർക്കിംഗ് വരെ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്ത് ബൈക്ക് മാത്രമേ വരാൻ പാടൂ, സാധാരണക്കാർ വരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭൂലോക ഗിമിക്ക്. ഇന്ന് ഞാൻ ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ കാരണം മൃണാല് ഇന്ന് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിൽ പറയുന്നത് എന്താ പറയുക, മൃണാലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊക്കെ റിച്ച് കിഡ്സ് ആണ്. റിച്ച് കിഡ്സ്, സ്നേഹനെ റിച്ച് കിഡ് എന്നാണ് വിളിക്കാറ്. സംഗതി റിച്ച് കിഡ്സ്. അയാളെ ക്രിട്ടിസൈസ് ചെയ്താൽ അയാൾ അവരപ്പം പിടിച്ചിട്ട് എന്താവും, പൈസക്കാരാക്കും. റിച്ച് കിഡ് ആയതുകൊണ്ടാണ് അയാളെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇതെന്താ പറയുക, ഈ മൃണാൽ എന്ന് പറഞ്ഞിടത്തോളം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടെ, എനിക്ക് തോന്നിയ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. മൃണാൽ ആസ് എ ഹ്യൂമൻ ബീങ്, ലോക അഹങ്കാരം, ഭൂലോക ജാട, ഇതിനൊക്കെ ഉപരി ഇതിനൊക്കെ ഉപരി എന്താ പറയുക, ലോകപുച്ഛം. ഇതാണ് അവസ്ഥ. അതെ, അപ്പൊ ആ വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം. അതായത് ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ഇയാള് പുച്ഛിച്ച് തള്ളുന്ന വീഡിയോ. സ്റ്റാർട്ടേഴ്സ് വെച്ച് തുടങ്ങണം. നിങ്ങൾക്ക് ഇത്രയും വലിയ കറി കിട്ടൂല കേട്ടോ, ചെറിയ പോർഷനേ കിട്ടുള്ളൂ. ഇത്രയൊക്കെ വേണമെങ്കിൽ 2 മണിയൊക്കെ മേടിക്കണം, 2 ചെറിയ പോർഷൻ മേടിക്കണം. കായ ബീഫ് കറിയിൽ കായാണ് കൂടുതലെന്നൊരു കംപ്ലൈന്റ് ഞാൻ കേട്ടു. അത് പിന്നെ അങ്ങനെ മതി. പക്ഷേ ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊത്തി ഇത്ര ഇട്ട മുതലാവില്ലല്ലോ. തേങ്ങ ഭയങ്കര വരില്ലേ കണ്ടോ. റിച്ച് ഫുഡാണ്. പത്തിരിയാണെന്ന് വെച്ചാൽ പത്തിരിയല്ല, ഒറോട്ടിയാണെന്ന് ചോദിച്ചാൽ ഒറോട്ടിയല്ല. ഇതിന്റെ ഉള്ളിൽ ഫുൾ തേങ്ങയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇതിൽ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത്. സോറി, ഇവിടെ തേങ്ങാപ്പാലില്ല. അതുകൊണ്ട് നമ്മൾ പശുവും പാൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കുന്നത് ആ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ, വലിയ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ 3 ആൾ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് മേടിച്ച് 3 ആൾ ഷെയർ ചെയ്ത് തിന്ന അത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത് ഫ്രൈഡ് റൈസ് ഒക്കെ. അതെ, ഞാൻ ഷൂട്ട് ചെയ്യണേ, ഭയങ്കര ബിസിയാണ്. ഞാൻ പത്തിരി പാലിൽ മുക്കി തിന്നുകൊണ്ടിരിക്കുക, വെരി ബിസി. ഓക്കെ, ഊരി വരണ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഊരി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ റിച്ച് കിഡ്സിന്റെ വിഷമം അവർക്ക് മാത്രമേ അറിയുള്ളൂ. റിച്ച് പരിപാടിക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കുടിക്കണം. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ജ്യൂസ് കുടിക്കുന്നത് ഞാനൊന്നും കുടിക്കുന്ന പോലെയല്ല, വേറെ രീതിയിലാണ്. നോട്ട് ദ പോയിന്റ്. അവരിങ്ങനെ സ്പീഡിൽ കുടിക്കൂല, അവർ പതുക്കെ കുടിക്കുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ കുടിക്കുള്ളൂ. അതായത് ഈ ലെവല് മാറുന്ന നമ്മൾ അറിയൂല. പക്ഷെ നമ്മള് ഇങ്ങനെ, നിങ്ങളിൽ ചിലർക്കപ്പോൾ ഒരു ചെറിയ സംശയം ഉണ്ടാവും, റിച്ച് കിഡ്സ് എങ്ങനെയാ വരിക, അവർക്ക് പാർക്കിംഗ് ഇല്ലല്ലോ. എടാ, അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ യു ഡോണ്ട് റിയലി അണ്ടർസ്റ്റാൻഡ് റിച്ച് കിഡ്സ്. റിച്ച് കിഡ്സിന് പാർക്കിംഗ് വേണ്ട. തൃപ്പൂണിത്തറ റെസ്റ്റോറൻറ്റിന്റെ പുറകിൽ കുറേ പാർക്കിംഗ് ഉണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ ഇതിപ്പോൾ തൃപ്പൂണിത്തറയിലാണ് നമ്മളുള്ളത്. ഇടയ്ക്കൊരു ആക്രാന്തം വന്നുകൊണ്ട് കഴിച്ചു പോയതാ, ക്ഷമിച്ചടാ. ഫുൾ ടൈം റിച്ച് ആയിട്ട് അഭിനയിക്കാൻ തന്നെ കൊണ്ട് വരില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒറിജിനൽ സംഭവം പുറത്തു വന്നു പോകും. റിച്ച് ആയിട്ടുള്ള കിഡ്സിന് പാർക്കിംഗ് വേണ്ട. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ഹാവ് ഡ്രൈവേഴ്സ്, ഡോണ്ട് ദേ? ആകെ മൊത്തം റിച്ച് എന്ന് പറയുന്നത് പൈസക്കാര് വന്നിട്ട് കഴിച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്നാണ് മൃണാല് പറയുന്നത്. അപ്പൊ ഈ വീഡിയോ ഇടുന്നവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടും വീട്ടിലൊക്കെ പോയി നോക്കിയിട്ടാണ് മൃണാല് വീഡിയോ ഇടുന്നത്. അല്ല, ഈ മൃണാൽ ഈ പരിപാടി, അതെ, മൃണാലിന്റെ പരിപാടി എന്തായിരുന്നു? മൃണാലിന് ഒരു ഫുഡ് ബ്ലോഗർ എന്ന് പറയാൻ പറ്റില്ല. മൃണാലിന് എന്ത് പറയാം, മൃണാൽ ഈസ് എ ക്രിട്ടിസൈസർ, ഫുഡ് ക്രിട്ടിസൈസർ എന്ന് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ സിനിമയൊക്കെ വരുന്ന സമയത്ത് കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ പറയുമ്പോൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, നല്ലത് പറയാറുണ്ട്. സെയിം തിങ് ആണ് ഇയാൾ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, പറയാറ്. അത് തന്നെ ഇയാൾക്ക് വേണ്ടപ്പെട്ടവരുടെ കടയിലും ഇയാൾക്ക് ആവശ്യപ്പെട്ടവരുടെ കടയിലും, അത് 5 സ്റ്റാർ കടയൊക്കെ ആണെങ്കിൽ കയറിയാൽ പൊക്കി അടിക്കും ചെയ്യും. സാധാരണക്കാരുടെ കടയിലൊക്കെ പോയിട്ട് ചില കടകൾ പൊക്കി പറയാറുണ്ട്, ചില കടകൾ സാധാരണക്കാരുടെ കടയാണോ എന്ന് പോലും നോക്കാതെ എന്ത് ചെയ്യും,
അടിച്ചു കുത്തി പഞ്ചറാക്കി വിടാറുണ്ട്. പോവാറുണ്ട്. അതൊക്കെ മൃണാൽ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പം മൃണാൽ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ മൃണാൽ മനസ്സിലാക്കേണ്ടത് മൃണാൽ എന്ത് കോണ്ടന്റ് ആണോ ചെയ്തുകൊണ്ടിരുന്നത് അതിനൊരു റിവേഴ്സ് എഫക്റ്റ് കാണും. നാട്ടുകാർ വന്നിട്ട് ഭക്ഷണം നന്നല്ല എന്നാണെങ്കിൽ നന്നല്ല എന്ന് തന്നെ പറയില്ല. അത് മൃണാളാണെന്നുള്ളതുകൊണ്ട് പറയണമെന്നല്ല. ഭക്ഷണം നല്ലതാണെങ്കിൽ നിങ്ങളല്ല ഏത് പൊട്ടന്മാർ തുടങ്ങിയാലും നല്ലതാണെന്ന് പറയുള്ളൂ. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ആളുകൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാതെ ഇത് പറയുന്ന ആളുകളെ കളിയാക്കുന്ന മൃണാലിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് വേസ്റ്റ് ആണ് മൃണാൽ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബിസിനസ് നടത്തും. അതെ, അത് നാട്ടുകാര് ഇതിപ്പോ ഒരു റിവേഴ്സ് ടെക്നിക്ക് ഉണ്ടല്ലോ, ഒരു റിവേഴ്സ് സൈക്കോളജി, അതാണ് മൂപ്പര സർക്കാസം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ വെക്കണമെന്ന് പരിപാടിക്ക് ഈ ബിസിനസ് നടക്കൂല. This is me GJ. നമസ്കാരം, ഞാൻ മൃണാൽ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാലിന്റെ കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത്. എടപ്പള്ളി ലുലുമാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത്. പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഒരു സാധനം കിട്ടിയില്ലെങ്കിലും പൈസ കൊടുത്തു. കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം. അവിടെ ഒരു കൗണ്ടർ ഉണ്ട്, എന്നാൽ മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. വളരെ മികച്ച പരിപാടിയാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം, പൈസ ആദ്യം, പൈസയുടെ ആർത്തിയുള്ളവർക്ക് പറ്റിയതല്ല ഭക്ഷണത്തിന്റെ കച്ചവടം. ഭക്ഷണത്തിന്റെ കച്ചവടം എന്ന് പറയുന്നത് നമ്മൾ ഇരുമ്പ് വെക്കുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ, ഒരു ആക്രി സാധനം വെക്കുന്ന പോലെയോ ഒരു മെറ്റീരിയൽ വെക്കുന്ന പോലെ അല്ലല്ലോ ഭക്ഷണം. അതിനകത്ത് ഒരുപാട് സ്നേഹവും ഒരുപാട് കെയറും മനുഷ്യന്മാരോടുള്ള താല്പര്യം ഒക്കെ ഉള്ളൊരു സാധനമല്ലേ ഭക്ഷണം എന്ന് പറയുന്നത്. ബാക്കിയുള്ള സാധനം പോലെ അല്ല. എങ്ങനെയുണ്ട് പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ റിവേഴ്സ് ഉൾട്ടടിച്ച് വരുന്നത് കണ്ടോ മൃണാലെ? വരും, ഇതൊന്നും തിരിച്ചു വരാതിരിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ, എവിടെയൊക്കെ കുറ്റാ പറഞ്ഞെന്നുള്ളതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉണ്ടായിരിക്കണം ഏറ്റവും ബെറ്റർ. ആളുകൾ വന്ന് പറയുമ്പോൾ ഞാൻ നന്നാക്കാട്ടോ. കുറെ കാലമായിട്ടുള്ള വലിയ യൂട്യൂബർ ആയത് കാരണം കൊണ്ട് പഴയ വീഡിയോസ് ഒക്കെ തെരഞ്ഞെടുപ്പിക്കാൻ കുറച്ച് പ്രയാസം. അത് മാത്രമല്ല ആഢ്യത്തിലും അഹങ്കാരത്തിലും നിൽക്കുന്ന സമയത്ത് ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് നടത്താൻ പറ്റില്ല. ഒരു ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം അറിയാം, എല്ലാവരോടും നല്ല ചിരിച്ച്. നിങ്ങളൊരു നല്ല ബിസിനസ്മാൻ അല്ല എന്നുള്ളതാണ് നിങ്ങളെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇയാൾ വിചാരിക്കണ്ടോ ബാക്കിയുള്ളവരെന്തോ അടിച്ച് അണ്ണാക്ക് കൊടുത്തു നോക്കി. നമുക്ക് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ട് ഇയാൾ ഓരോ പൊട്ടത്തരം. രസം എന്താ അറിയോ, ഈ ഒരു വീഡിയോ കാണണേ, ഇത് അയാളുടെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ച ഒരാളാ. ഐറ്റംസ് കണ്ടോളി. ഇതിന് ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് ഇതാ കിടക്കുന്നവൻ, ദാവൻ ഇതൊരു വീഡിയോ. ഓക്കെ, ഇനി വേറൊരു ഫാമിലി, അവര് മല്ലു ട്രിപ്സ് ആൻഡ് കുക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഫാമിലിയാണ്. ഈ ഫാമിലി അവിടെ എന്തിനു പോയി? ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇവര് പോയി കഴിച്ച സമയത്തും കണ്ടതാ സെയിം. ഞാനിവിടെ വീഡിയോ പ്ലേ ചെയ്യട്ടാ. ഇവിടെ എല്ലാം ക്യൂ നിന്ന് ഓർഡർ ചെയ്യണം. ഓരോ സംഭവത്തിനും ഓരോ പൈസയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനൊരു കാശ്, കറിക്കൊരു കാശ്, അങ്ങനെയാണ് സംഭവം ഇവിടെ. പുതിയ റെസ്റ്റോറൻറ്റാണ്, AC ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. നല്ല ചൂടുണ്ട്, ടേബിളിലൊക്കെ മൊത്തം ഓക്കെ. ഒരു ഉദാരമനസ്കനായതുകൊണ്ട് ഈച്ചകളും എന്തെങ്കിലും കഴിച്ചോട്ടെ, ജീവിച്ചു പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആരെ ഈ മൃണാലാണ് ഇത് ചെയ്യുന്നത്. മൃണാൽ എന്ന് പറഞ്ഞ വ്യക്തി പല ചെറിയ ഹോട്ടൽസിലും ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പക്ഷെ യഥാർത്ഥ പ്രശ്നം അതൊന്നുമല്ല. സാധനങ്ങൾക്ക് ടേസ്റ്റ് വളരെ കുറവാണ്, സാമ്പാറും സംഭവങ്ങളൊക്കെ തോൽവിയാണ്, വൃത്തിയും വലിയ പ്രശ്നമാണ്. ഊണിന് 30 രൂപയല്ലേ ഉള്ളൂ, അപ്പം അങ്ങനെയൊക്കെ പോരെ എന്ന് വേണേൽ തിരിച്ച് ചോദിക്കാം. പക്ഷെ അതല്ല ഭക്ഷണത്തിന്റെ ഒരു രീതി എന്നാണ് എൻ്റെ വിശ്വാസം. അതല്ല ഭക്ഷണത്തിന്റെ രീതി എന്നുള്ളതാണ് ഞങ്ങളുടെയും ഒരു വിശ്വാസം. ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഫുഡിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ കഴിച്ചവര് പറയുന്നത് കേൾക്കാം. അവിടെ ഇരുന്നിട്ട് ഓരോ കടയിലും കയറി എണ്ണിപ്പെറുക്കി പറഞ്ഞതാണ്. ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇൻക്ലൂഡിങ് ഗീ ഉൾപ്പെടെ ഇതിനകത്ത് അഡൾട്രേഷൻ ഇല്ല എന്ന് ഇദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇദ്ദേഹം ഇതിനു മുൻപ് വളരെ നല്ല ഇനീഷ്യേറ്റീവ് ആയിട്ട് വന്നതാണ്. ആ സമയത്ത് എനിക്ക് ഇദ്ദേഹത്തിനോട് വളരെ എന്താ പറയാ റെസ്പെക്ട് തോന്നിയിരുന്നു. വെളിച്ചെണ്ണയിൽ കെമിക്കൽ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ വെളിച്ചെണ്ണ, പല ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണകൾ ട്രൈ ചെയ്ത് അങ്ങനെയൊക്കെ. അത് ഒരു നല്ലൊരു വളരെ വലിയൊരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള തോട്ട്സ് ആരെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇദ്ദേഹം റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് എല്ലാം പ്ലേറ്റിന്റെ സൈഡ് മറഞ്ഞു. ഇദ്ദേഹം റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണത്തിനേക്കാൾ ഏറ്റവും ഒരു പടി മുന്നിലുള്ള ആയിരിക്കും
ആണ് എൻ്റെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് എന്നാണ്. അതൊരിക്കലും പോസിബിൾ അല്ല. കാരണം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഹോളായി വാങ്ങിയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി ചെയ്യുന്നതാണ് എന്ന് പ്രസ്താവിക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ പറയുന്നതെല്ലാം ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ട, അതായത് വെളിച്ചെണ്ണ, ഇതെല്ലാം നമ്മുടെ പരിചയത്തിൽ അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ചെയ്ത് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറയണം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതൊരിക്കലും സാധിക്കില്ല. ഇങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റില് ഇത്രയും തിരക്കുകൾ, അത്യാവശ്യം തിരക്കുള്ള ഒരു റെസ്റ്റോറന്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ ഈ ഒരു സംഭവം നടക്കില്ല. പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. പറ്റുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ അത് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പോ എനിക്ക് പറയാനുള്ളത്, വിടുവായുത്തരങ്ങളും വലിയ വായില് വർത്തമാനം പറയുന്നത് ഒഴിവാക്കുക. എന്നിട്ട് സംഭവം കുറച്ചും കൂടി ടേസ്റ്റ് ഫോക്കസ്, ടേസ്റ്റും ക്വാളിറ്റിയും, പിന്നെ ഈ പൊടിയിടുന്ന പരിപാടി നിർത്തിയിട്ട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാ. അല്ലാതെ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ ന്യായീകരിച്ച് ഉയർത്തി കാണിച്ച് അതിലൊരു ക്രെഡിറ്റ് നേടാൻ, റോങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ക്രെഡിറ്റ് നേടാനായിട്ട് ശ്രമിക്കരുത് എന്നാണ് എനിക്ക് മൃണാളിനോട് പറയാനുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാവിധ ആശംസകളും പുതിയ സംരംഭത്തിന്, പുതിയ ഐഡിയക്ക്. അതായത് ഇത്ര നാള് ചെയ്തുകൊണ്ടിരുന്ന ഐഡിയ, അതായത് ഓവർ പ്രൈസ് കൊടുത്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി, ചെറിയ നമ്പേഴ്സ് വിൽക്കുക എന്നുള്ള ഒരു തത്വം മാറ്റിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ എണ്ണം വിൽക്കുക എന്നുള്ളൊരു നോർമൽ, അല്ലെങ്കിൽ ഒരു ഇന്നത്തെ കാലത്തിന്റെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തിന്റെ ഒരു ഐഡിയ ഉപയോഗിച്ചതിന് എല്ലാവിധ ആശംസകളും. പക്ഷെ ക്വാളിറ്റിയിൽ ഇനിയും ഫോക്കസ് ചെയ്യണം. ഇതിപ്പോ തുടങ്ങിയപ്പോഴേ ഇങ്ങനെ കുറെ കുറ്റങ്ങൾ കണ്ടെത്താനായിട്ട് ഒരു സാധാരണ ഒരു ഫുഡ് കഴിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് എന്താകും എന്നുള്ളത് കണ്ടറിയണം. ഇത് ആക്ച്വലി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ ഊണ് കയറുമ്പോൾ നമ്മൾ ചാടി കയറി കഴിക്കാൻ കയറും. മൃണാൽ ചെയ്യുന്നതും ആ ഹോട്ടൽസിലൊക്കെ ചെയ്യുന്നത് എന്താ, വീട്ടിൽ ഊണ് ബോർഡ് മാത്രമേ അവരെ വീട്ടിൽ നിന്ന് എഴുതി കൊണ്ടുവരുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ വീട്ടിലാണെങ്കിലും ഇപ്പം എന്താ, കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയല്ലേ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും വീട്ടിൽ ചക്കിലാട്ടിയ എണ്ണ, പൊടിച്ചു കൊണ്ടുവന്ന അരിപ്പൊടി, ഇതൊക്കെ റെയർ അല്ലേ ഇപ്പൊ ഉപയോഗിക്കുന്നത് അല്ലേ? മുളക് ആരെങ്കിലും പൊടിക്കാറുണ്ട്? വീട്ടിൽ തന്നെ കിട്ടുന്നില്ല. വീട്ടിൽ തന്നെ ആകെ കിട്ടുന്ന നമ്മളെ അമ്മേന്റെ കൈപ്പുണ്യം, അത് മാത്രമേ കിട്ടുന്നുള്ളൂ. നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ അത് വീട്ടിലൂണെന്ന് വിചാരിക്കും. അത്രേ ഉള്ളൂ, അത്രേ നടക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൃണാലിന്റെ ടാക്ടിക്സ് ആണ്, ട്രിക്കാണ് എന്ത്, ആളുകളെ ഈ പാവപ്പെട്ടവന്റെ ഹോട്ടല്, ഇത് പിണറായി വിജയന്റെ സർക്കാർ പോലെയാണ്. പാവപ്പെട്ടവന് വേണ്ടിയുള്ള സർക്കാർ, പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന് പറയുന്ന പോലെ പാവപ്പെട്ടവന്റെ ഹോട്ടല്, കാറ് വരണ, ബൈക്ക് വന്നാൽ മതി, പാവപ്പെട്ടവന്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ വീട്ടിലെ ഊണ് പോലെ സെറ്റപ്പില് അവിടെ പോയിരുന്നു ക്രിട്ടിസൈസ് ചെയ്യും. പാവപ്പെട്ടവർക്ക് വെറുതെ ഭക്ഷണം കൊടുക്കുക എന്നുള്ള പോലെ പറയണത്. അതും അത് ഇങ്ങനെ അറിയാം, ഓരോ കോംബോ എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ചോറ് കഴിക്കാൻ ഈ കോംബോ ഫുൾ ആഡ് ചെയ്യുമ്പോ 100, 200, 300 60 രൂപയ്ക്ക് അൺലിമിറ്റഡ് ഇല്ല. അതെ, ഒരു സാധാരണക്കാരുടെ ഇടയിൽ 50 രൂപയ്ക്കുള്ളൂ ചോറിന്. അല്ല, ഇയാളെന്താ പറയുക, ഇയാള് എല്ലാരും പറഞ്ഞങ്ങോട്ട് അടിച്ചേൽപ്പിച്ചിരിക്കുക. നാട്ടിലൊക്കെ ഊണിന് 150, 150, 130 ഈ പറഞ്ഞ മൃണാലിന്റെ കൺസെപ്റ്റിലുള്ള റിച്ച് കിഡ്സ് പോണ ഹോട്ടൽ, അതായത് മൃണാല് പോയിരുന്ന ഹോട്ടൽ. അയാള് ആ ഒരു സമയത്ത് അയാള് റിച്ച് കിഡ് ആയിരുന്നു. അല്ല, ഇപ്പോഴും അതന്നെ അയാൾ പോണ കൺസെപ്റ്റ് പാവം സാധാരണക്കാരനാണല്ലോ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താ അറിയോ, ഇവിടെ സാധാരണ ഒരു നോർമൽ ഊണിന് 60, 50, 80 ഒക്കെ കൊടുക്കേണ്ട ഹോട്ടൽ 100 രൂപേന്റെ താഴത്ത് അൺലിമിറ്റഡ് കൊച്ചിയിൽ എന്താ കിട്ടില്ല, ഇഷ്ടംപോലെ കൊച്ചി കിട്ടും. അതെ. ഇനി ഈ വ്യക്തിയില്ലേ, ഇപ്പൊ നമ്മള് വീഡിയോ കണ്ട വ്യക്തി ഇവിടെ പോയതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അവിടെ പോയിട്ട് കഴിച്ചത്, ഓർഡർ ചെയ്തത് ഒരു ബീഫ് കായ കറി 66 രൂപ ടാക്സ് ഇല്ലാതെ, ചപ്പാത്തി 10 രൂപ, 4 എണ്ണം മേടിച്ചു. അങ്ങനെ മൊത്തത്തിൽ 111 രൂപ ടാക്സ് അടക്കം. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ചിക്കൻ കറിയും മേടിച്ചു. ചിക്കൻ കറി 36 രൂപ, അതായത് സിംഗിൾ പോർഷൻ കേട്ടോ, ഇതെല്ലാം സിംഗിൾ പോർഷനാണ് കറിയൊക്കെ. അതിന് ടാക്സ് അടക്കം 38 രൂപ. ഇതാണ് ചാർജ് നോക്കുമ്പോൾ നമ്മൾ വളരെ ചീപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. അതൊരു വിജയം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു പുതിയൊരു ഐഡിയ ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോർഷൻ തീരെ കുറച്ചിട്ട് ചെയ്യുന്നത്. അതിന്റെ പോസിറ്റീവ് വശം എടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, സാധനം കറി ഒരു ഗുണമില്ല, ബ്ലാങ്ക് ആണ്. സത്യം പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ബ്ലാങ്ക് ആണ്. അതെന്തുകൊണ്ടാണ് ഇല്ലാഞ്ഞത്, അത് ആ സമയത്ത് ഓപ്പണിങ്ങിന്റെ ആ ഒരു തിരക്കിൽ സംഭവിച്ചു പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ
ബീഫ് കറി, ബീഫ് കായ കറി, കറിക്ക് അതായത് ഗ്രേവിയുടെ ടേസ്റ്റ് ബ്ലാങ്ക് ആയിരുന്നു. എന്നാൽ ബീഫിന് ആകെ 2 പീസ് ബീഫാട്ടോ, അതായത് ഒരു ഇടത്തരം പീസ് 2 പീസ് ബീഫാണ്, പിന്നെ കായയുടെ പീസുകളും. ഇതാണ് 66 രൂപയ്ക്ക് കിട്ടുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഇതൊരു പകുതി ബീഫ് നമ്മൾ നോർമലി ഓർഡർ ചെയ്യുമ്പോൾ 120 രൂപ 130 രൂപയുടെ ബീഫ് ആയിരിക്കുമല്ലോ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അതിന്റെ പകുതി റേറ്റ് ആണ് ഇപ്പൊ ഇവര് വാങ്ങിയേക്കുന്നത്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി ഇല്ല, മനസ്സിലായോ? ഇതൊരു എന്താ പറയാ തട്ടിക്കൂട്ട് അല്ലെങ്കിൽ കണ്ണിൽ പൊടിയിട എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ വ്യക്തി പറയുന്നത് അവിടെ പോയി ഫുഡ് കഴിച്ചു, പക്ഷെ ടേസ്റ്റ് ബ്ലാങ്ക് ആണ്. പ്രത്യേകിച്ച് ഒരു വികാരമില്ല. നമുക്ക് ടേസ്റ്റ് ബഡ്സിന് വികാരം വരണം, എന്നാലും നമുക്കൊരു സാധനത്തിനോട് നമുക്ക് ആ സാധനം വരണേ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ബഡ്സ് ആണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യുക ചെയ്തത്, ഏത് ബീഫ് കുറവാണ് കായ കൂടുതലാന്നുള്ള ക്രിട്ടിസൈസത്തിനാണ് എന്ത് ചെയ്തത് മൃണാൽ ആദ്യം മറ്റേ റിപ്ലൈ കൊടുത്തത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് പണ്ട് മൃണാൽ ഹോട്ടലിൽ തപ്പിപ്പോയപ്പോണ്ട ഒരു വീഡിയോ ആണ്. താറാവ്, ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് മീനുകൾക്ക് കരിമീൻ ഒരു ഓതന്റിസിറ്റി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊരു വലിയ പ്രതീക്ഷയായിട്ടാണ് അവിടെ ചെല്ലുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അവർക്കറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊരു വളരെ സാധാ തീരെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്ത ചോറുകൾ കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് അതിനെ കാണുന്നതെന്ന് തോന്നുന്നു. നമുക്കിത് കഴിക്കുമ്പോൾ വയറ് നിറയ്ക്കാനുള്ളൊരു സംഭവം എന്നതിനപ്പുറത്തേക്ക് താറാവായാലും അങ്ങനെ എന്ത് സാധനമായാലും ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ഉണ്ടാവുന്നില്ല. വേണമെങ്കിൽ നമുക്കൊരാളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതാണ് കേരളത്തിൻ്റെ താറാവ്, സീ ഫുഡ്, ചെമ്മീൻ എന്നൊക്കെ പറയാം, അയാൾക്ക് കൊടുക്കാം. ഇതൊന്നും മുമ്പ് കഴിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ അയാളത് കഴിക്കുമായിരിക്കും, തലകുലുക്കുമായിരിക്കും, ചിലപ്പോൾ ഓക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്നും വരും. പക്ഷെ നമുക്കറിയാലോ ചെമ്മീൻ എത്രത്തോളം പോവാം, എന്ത് ടേസ്റ്റ് ഉണ്ടാവാം എന്ന് നമുക്കറിയാലോ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അത് മനസ്സിനകത്ത് വെച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല, കൂടെ ഭയങ്കരമായിട്ടുള്ള വിഷമമായി പോകും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റെസ്റ്റോറൻറ്റ് ചെയിനിൻ്റെ ഓണർ എന്നോട് പറയാറുണ്ട്, ചില റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡിപ്രഷൻ വരും. അയ്യോ എങ്ങനെയാണ് ഇതിനെ ഇങ്ങനെയാക്കി മാറ്റാൻ പറ്റുന്നതെന്ന്. പക്ഷെ വേറെ ചില റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവുന്നു. അതായത് ഇനി ജീവിക്കണ്ട എന്ന് തോന്നിപ്പോകുന്നു. ഇവിടെ പോയപ്പോൾ എനിക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. ഒരു നിരാശ എന്ന് പറയുന്നൊരു സാധനമില്ല. നമ്മളെ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് കരിമീൻ പൊള്ളിച്ചതായാലും. അപ്പോൾ ഈ സാമ്പാർ മാത്രം നിങ്ങൾ നോക്ക്, അതെന്താണ് അങ്ങനെയെന്ന് അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാം അറിയാം അല്ലേ? അങ്ങനെയാണോ സാമ്പാർ വേണ്ടത്? ആ കളറിൽ, ആ കൺസിസ്റ്റൻസിയിൽ അങ്ങനെയാണോ സാമ്പാർ വേണ്ടത്? ഒരു ഊണുകട, ഊണ് ഞാൻ നിങ്ങൾക്ക് തരുന്നു, അതിന് പകരമായി നിങ്ങൾ ഇത്ര രൂപ എനിക്ക് തരുന്നു. ഇത് 60 രൂപയോളം മേടിക്കുന്ന കടയാണ്. എനിക്ക് പപ്പടം ഇത്രയല്ല വറുക്കേണ്ടത്, കുറച്ചുകൂടെ കുറയണം. ഇതിൻ്റെ കളർ ഇവിടെ മാറാൻ തുടങ്ങി, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും. പക്ഷെ ഇങ്ങനെ പപ്പടം ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട്. ഊടിന് മാത്രമായിരിക്കും ഇങ്ങനൊരു പ്രത്യേകത അല്ലേ? 30 രൂപ മുതൽ 600 രൂപ വരെ റേഞ്ച്. നല്ല തിക്കാണല്ലോ. ഇത് തട്ടിപ്പല്ല കേട്ടോ, ഇത് അത്യാവശ്യം നല്ല മിൽമയാണല്ലോ അല്ലേ? മിൽമയ്ക്ക് പിന്നെ പാലിനും തൈരിനൊന്നും ക്ഷാമമില്ലല്ലോ. അമ്മോ, ഒടുക്കത്തെ തിക്ക് ആൻഡ് റിച്ച് ആണ്. പുളിശ്ശേരി ഗംഭീരമായിട്ട് തുടങ്ങിയെങ്കിലും സാമ്പാറിലേക്ക് എത്തിയപ്പോൾ സംഭവത്തിൻ്റെ രൂപം മാറി തുടങ്ങി. അത്രയല്ലേ കാശ് വാങ്ങുന്നുള്ളൂ, അപ്പം ഇങ്ങനെയൊക്കെ പോരെ എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് ഈ ഊണുകൾ കാണുമ്പോൾ എയർലൈനുകളെയാണ് ഓർമ്മ വരുന്നത്. ഒരു ഹോട്ടലിൽ ചെന്നിട്ട് പറഞ്ഞ വർത്താനങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ. അയാള് പറഞ്ഞ പോലെ ഡിപ്രഷനും ആത്മഹത്യയും കഴിഞ്ഞതിന്റെ അപ്പുറത്തെന്തോ തോന്നിയിട്ടാണ് മറ്റാൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക. സത്യം, ഇത് ഒരു വീഡിയോ അല്ല, ഹംഗ്രി മൃണാലിന്റെ വീഡിയോ നിങ്ങൾ അടിച്ചു നോക്കി. നല്ലത് ചിലർ പറയുന്നുണ്ട്. ഇയാളെ ബിരിയാണി, റൈസ് ഓഫ് പേർഷ്യ, ഞാൻ ഒരു വട്ടം കൊച്ചി പോയ സമയത്ത് ഫ്രണ്ട് പ്ലാനിലേക്ക് ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. വില ലേശം കൂടുതലാണ്, ലേശമല്ല നല്ല കൂടുതലാണ്. പക്ഷെ ഒരു ഒതന്റിക് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. വൈറ്റ് റൈസിൻ്റെ ഇത് കൂടുതലാണ്, അതിൽ മസാല കുറവാണ്. പക്ഷെ എനിക്ക് മസാല കുറവുള്ള ഹൈദരാബാദി ബിരിയാണി ഒക്കെ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് പറ്റി, പറ്റാത്തവർ കാണും. അപ്പോൾ അതൊരു പോർഷൻ വൈസ് നോക്കുമ്പോഴും ആ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എന്താ പറയുക,
അതല്ല, പക്ഷെ ഈ പറയുന്ന ആളെ പേര് കറക്റ്റ് എനിക്ക് അറിയാത്തോണ്ട് ഇയാളെന്ന് പറയുന്നത് ഇയാൾ തന്നെ അതെന്ത് മാന്യമായിട്ട് പറയുന്നത്. മറ്റാൾ നോക്കി ഇനി അങ്ങോട്ടൊരു മനുഷ്യൻ കയറി പോരുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അയാളത് കഴിച്ച് ഇറങ്ങി എന്നാ സാധനങ്ങളൊന്നും ബാക്കിയില്ല, അത് വേറെ കാര്യം. അവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങി പോകുന്ന ഇനി അങ്ങോട്ട് ഒരാൾ കയറാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ട് അങ്ങനെ ആ സാധാരണക്കാരന്റെ പാവത്തിന്റെ കട എന്ത് ഇല്ലാതാക്കി കൂട്ടി കെട്ടിച്ചിട്ട് ഇറങ്ങി. ഇത് കേട്ടോ 650 ഗ്രാം ഫുഡ് ഞാൻ കഴിച്ചു. എന്നെ കൊണ്ട് ഈ ബാക്കിയായ ഓരോ ചോദ്യം ശരിയാണ്, ഞാൻ പൈസ കൊണ്ട് മേടിച്ചത്. ഇതിന് കൃഷിക്കാരൻ വേസ്റ്റ് ആകുമ്പോൾ അടുത്ത തവണ വേസ്റ്റ് ആക്കാൻ ഈ ബീഫ് ഈ പോത്തിനെ ആരോ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. ഈ കായ ആരോ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയതാണ്. ഇതിനകത്തുള്ള ഓരോ സാധനം അങ്ങനെയാണ്. ഈ മീൻ ഏതോ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് കടലിൽ പോയി പിടിച്ചോണ്ടുവന്നതാണ്. നമ്മുടെയൊക്കെ കയ്യിൽ എത്ര കാശുണ്ടെങ്കിലും ഇതൊന്നും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു അധികാരമില്ല. ഇങ്ങനെ ഒരുപാട് ഓർഡർ ചെയ്യുമ്പോൾ ആ സിസ്റ്റത്തിന്റെ മുകളിൽ ഹ്യൂജ് പ്രഷറാണ്. അവർക്കത് കോർഡിനേറ്റ് ചെയ്ത് എടുത്തതിന് ഒത്തിരി പാടാണ്. അപ്പൊ സിമ്പിൾ ഓർഡേഴ്സുമായിട്ട് സിമ്പിൾ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ലേറ്റ് ആവുന്നത്. അതായത് ചോറ് വേസ്റ്റ് ആക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ പോർഷന് കൊടുക്കുന്നത്. ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. അവിടെ സിസ്റ്റം ഹാങ് ആവും. അതൊക്കെ നാട്ടുകാർ അറിയേണ്ട ആവശ്യമുണ്ടോ? നാട്ടുകാർ ഫുഡ് കഴിക്കാൻ വരുന്ന അവരെ കയ്യിൽ കാശ് കൊടുത്തിട്ട് അവർ കഴിക്കും. മനസ്സിലായോ? അതൊന്നും ഇപ്പൊ ഇത് നാട്ടുകാരെന്ത് കഴിക്കണം ഇയാളെ തീരുമാനിക്കുന്ന പോലെ ഉണ്ട്. അതെ. ഇനി മൃണാലിന്റെ വേറെ വിറ്റേക്കണം. ഇപ്പൊ ഈ പോർഷനെ കുറിച്ച് പറഞ്ഞല്ലേ, ഈ പോർഷൻ ഇങ്ങനെ ആ പോർഷൻ അങ്ങനെ വേസ്റ്റ് ആവുന്നൊക്കെ. ഇതേ മൃണാല് റൈസ് ഓഫ് പേർഷ്യയിലെ ബിരിയാണി സ്വന്തം വീട്ടിലേക്ക് വന്ന് ഓർഡർ ചെയ്തതിന്റെ അവസ്ഥയാണ്. നേരം ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ 3 തവണ ഫ്രഷ് ചിക്കൻ വാങ്ങും. അല്ലാണ്ട് ഈവൻ അതുപോലും രാവിലെ വാങ്ങി വെക്കൂല. ബിരിയാണി ഇപ്പോൾ പകുതിയായി. എൻ്റെ വയറെന്ന് പറഞ്ഞു ഇനി മുട്ട കഴിക്കാനും പായസം കുടിക്കാനുള്ള വയറേ എനിക്കുള്ളൂ. ഇനി ഒരു ഉരുള കഴിക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ പുതിന ചമ്മന്തി കുറച്ച് വേണം, ഇത്തിരി മസാല വേണം, ഒരു കഷ്ണം ചിക്കൻ. ഇനി നല്ല വിശന്നിരിക്കുന്നത് ഞാൻ ബിരിയാണി കഴിച്ച് ഇത്രയും ബിരിയാണി ബാക്കിയുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണി അല്ല ഇത്. അല്ല, ഇതാണ് മൃണാൽ എന്ന് പറഞ്ഞ കുരുട്ട് ബുദ്ധിക്കാരൻ. അതായത് എന്റെ ബിരിയാണി കുറെ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ നല്ല വിശന്നിരിക്കുന്ന ഒരാളെ എന്റെ ബിരിയാണി കഴിച്ചിട്ടും എനിക്ക് ഇത്ര ബാക്കി. എന്നിട്ട് നാട്ടുകാരോട് പറയണേ എന്റെ ബിരിയാണിയിൽ ക്വാണ്ടിറ്റി ഇല്ല. അപ്പൊ കാണുന്ന നാട്ടുകാരെന്ന് വിചാരിക്കുക, അയ്യോ ഇത്രയും വിശന്നിരിക്കുന്ന ഒരാൾ ഇത്രയും കഴിച്ചിട്ട് ഇനിയും ബാക്കിയോ? ക്വാണ്ടിറ്റിനെ കുറിച്ച് പറഞ്ഞതാണ്, മനസ്സിലായത്? അപ്പൊ അയാളെ ബിരിയാണി എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറയുന്നതാണ് ആ പൈസക്ക്. ഒരേ അളവിലുള്ള രണ്ട് രീതി പറയാം. ഇതാണ് ഇയാളുടെ മാർക്കറ്റിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്. അയാളുടെ അവിടെ കിട്ടുന്ന സാധനങ്ങൾ പോർഷൻ ഇപ്പൊ ഒരു സാമ്പാറും ചോറും നമ്മൾ കഴിക്കുമ്പോൾ, ഞാൻ സാമ്പാർ തന്നെ ഇഷ്ടമുള്ള ആളാണ്. 20 രൂപയ്ക്ക് 4 വട്ടം സാമ്പാർ വാങ്ങി 60 രൂപ പുറത്തുനിന്ന് എനിക്ക് അൺലിമിറ്റഡ് ആയിട്ടൊരു ഫുള്ള് ചോറ് കഴിച്ചൂടെ? അതൊന്നും കിട്ടാത്ത കാലത്താണ് ഇയാളെ പരിപാടി കഴിച്ചാൽ കുഴപ്പമില്ല. ഇത് എവിടെ പോയാലും സാമ്പാറും കറിയൊക്കെ ഫ്രീ അല്ലേ? പൊന്നു കാക്ക, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് മൃണാലെ. ഈ ബൈക്ക് പാർക്കിംഗ് അടക്കം ലോക ഉടായ്പല്ലേ കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന് സാങ്ഷൻ കൊടുക്കൂ കാർ പാർക്കിംഗ് ഇല്ലാതെ? പിന്നെ കാറിൽ വരുന്നവരെല്ലാവരും റിച്ച് കിഡ്സ് ആണെന്നുള്ളത് മൃണാലിനോട് ആരാ പറഞ്ഞേ? EMI കൊടുത്ത് കഷ്ടപ്പെട്ട് ലോണും അടച്ച് ഫാമിലി മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന മീഡിയം ആളുകളാണ് ഇത് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൃണാൽ ഒരു കാര്യം ചെയ്യും, കയ്യിലുള്ള BMW വിറ്റിട്ട് നാളെ മുതൽ എന്ത് ചെയ്യും? മീഡിയം റേഞ്ച് സാധാരണക്കാർ പോകണ വല്ല 800-ലും പോകും. എന്നിട്ട് അത് മേടിച്ചിട്ട് സാധനമൊക്കെ വിൽക്കും. അല്ലെങ്കിൽ ഇയാളെ ഹോട്ടലിൽ പോകാൻ വേണ്ടിട്ട് നമ്മൾ മേടിച്ച കാറ് വിറ്റിട്ട് പോകണമെന്നപ്പോ ഞാൻ അപ്പൊ എന്താ പറയുക, നിർബന്ധം ഇല്ല എന്ന് പറയും. പക്ഷെ ഞങ്ങൾ സാധാരണക്കാരാണ് പറയുന്നത്. ഞാൻ എന്തായാലും വരും കേട്ടോ. ഞാൻ മൃണാലിന്റെ ഹോട്ടലിൽ എന്താണെങ്കിലും നിങ്ങൾ വരില്ലേ? എന്തായാലും പോകണം. ഞങ്ങൾ എന്തായാലും വരും. നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഷെയർ ചെയ്യും. ഒരു ഹോട്ടൽ നടത്തുന്നത് ഭയങ്കര റിസ്ക് ആണ്, ഭയങ്കര പാടുള്ള പരിപാടിയാണ്. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം പാടുള്ള പരിപാടിയാണ്. ഒരുമാതിരി തമ്പുരാക്കന്മാരെ മാതിരി നിന്നിട്ടൊന്നും ഒരാളും ചെയ്യാൻ നടത്തിപ്പുകാരനും കൂടെ അത് തോന്നണം. അതെ, അല്ലാതെ ഞാൻ ഇവിടെ തുറന്നിട്ടുണ്ട് മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് കഴിച്ചോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനം തരും, തിന്നിട്ട് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് പോ എന്ന് പറയുന്ന രീതിയാണ്. ഉടായ്പ പരിപാടി എടുക്കരുത് നാട്ടുകാരെടുത്ത്. നമുക്ക് നമ്മളെ പടത്തിൽ വന്ന എന്റെ ഇല്ലത്തേക്ക് സ്വാഗതം എന്നിട്ടാണ് പരിപാടി. സംഗതി കോൺസെപ്റ്റ് ഒക്കെ കൊള്ളാം, പക്ഷെ അഹങ്കാര ദേശം കുറച്ചാ ജീവിച്ചു പോകാൻ പറ്റും അല്ലേ? പണി തന്നെയാണ് മോനെ. കുറെ ബിസിനസ്സിന് പിന്നെ പൂട്ടി പോയിട്ട് ലൈവ് വന്നിരുന്ന് കരയാറുണ്ടല്ലോ. ഈ അവസ്ഥ വരാതിരിക്കട്ടെ. പൂട്ടരുത് എന്നാണ് താല്പര്യം. കാരണം ആരെ ബിസിനസ്സും പൂട്ടാൻ പാടില്ല. നല്ല രീതിക്ക് തന്നെ പോട്ടെ. അല്ല, ഇത് നാട്ടുകാർ പൂട്ടിക്കണല്ല, അത് എന്തെങ്കിലും സ്വയം പോയി ഇയാളെ ഇയാൾ തന്നെ ഇരുന്ന് പൂട്ടിക്കും. ഓക്കെ.